കർത്താവിൻ്റെ ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആഴ്ചയുടെ ഒന്നാമത്തെ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സർവശക്തിയുള്ള ദൈവം നമുക്ക് കൃപ തന്നു. അതിനുശേഷം ഈ ഓൺലൈനിലൂടെ, പ്രത്യേകിച്ച് എക്സോഡസ് മിനിസ്ട്രീസ് എന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ, ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായി സർവശക്തിയുള്ള ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ ഈ നല്ല സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും നമ്മുടെ മേൽ പകർന്ന് ദൈവം നമ്മെ ശ്രേഷ്ഠകരമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രത്യേകിച്ച് എന്നെ ഈ മീറ്റിങ്ങിലേക്ക്, ഈ ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബാബു ബ്രഹാമിൻ്റെ സ്നേഹ വന്ദനം ഞാൻ പറയുന്നു. കുടുംബത്തിന് വന്ദനം പറയുന്നു. ഈ മിനിസ്ട്രിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ വന്ദനം അറിയിച്ചു കൊള്ളുന്നു. കർത്താവിൻ്റെ കൃപ എല്ലാവരുടെ മേലും പകരുമാറാകട്ടെ. ആമേൻ. ഇന്ന് നാം 1-2 ഗാനങ്ങൾ പാടി നമ്മുടെ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയതിനു ശേഷം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം കേൾക്കുവാനായി പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് ദൈവം എനിക്ക് നൽകിയ ഒരു ഗാനം ചേർന്ന് പാടുവാനായി താല്പര്യപ്പെടുന്നു. ആ പാട്ടിൻ്റെ ട്യൂണിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമുണ്ട്. എങ്കിലും ആ ഗാനം ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാൻ സർവശക്തിയുള്ള ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇറങ്ങി വന്നതാ ദൈവമേ, സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വന്നതാ യേശുവേ, സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വന്നതാ ആരാധനയുടെ മധ്യേ ഇറങ്ങി വരുന്നതാ ദൈവമേ, ആരാധനയുടെ മധ്യേ ഇറങ്ങി വരുന്നതാ യേശുവേ, ആരാധനയുടെ മധ്യേ ഇറങ്ങി വരുന്നതാ ആത്മാവേ, ആരാധന അർപ്പിച്ചിടുന്നേ, അങ്ങേക്കാരാധന അർപ്പിച്ചിടുന്നേ, എന്നെ യാഗവസ്തുവായി അർപ്പിച്ചിടുന്നേ,
സ്തോത്രങ്ങളെല്ലാം അർപ്പിച്ചിടുന്നേ ദൈവമേ. സ്തുതി സ്തോത്രങ്ങളെല്ലാം അർപ്പിച്ചിടുന്നേ യേശുവേ. സ്തുതി സ്തോത്രങ്ങളെല്ലാം അർപ്പിച്ചിടുന്നേ ആത്മാവേ. ആരാധന അർപ്പിച്ചിടുന്നേ അങ്ങേക്ക് ആരാധന അർപ്പിച്ചിടുന്നേ അങ്ങേക്ക് ആരാധന അർപ്പിച്ചിടുന്നേ. എന്നെ യാഗവസ്തുവായി അർപ്പിച്ചിടുന്നേ ദൈവമേ. എന്നെ യാഗവസ്തുവായി അർപ്പിച്ചിടുന്നേ യേശുവേ. എന്നെ യാഗവസ്തുവായി അർപ്പിച്ചിടുന്നേ ആത്മാവേ. യാഗമായി അർപ്പിച്ചിടുന്നേ യാഗമായി അർപ്പിച്ചിടുന്നേ എന്നെ യാഗമായി അർപ്പിച്ചിടുന്നേ. സ്തുതി സ്തോത്രങ്ങളെല്ലാം അർപ്പിച്ചിടുന്നേ ദൈവമേ. സ്തുതി സ്തോത്രങ്ങളെല്ലാം അർപ്പിച്ചിടുന്നേ യേശുവേ. സ്തുതി സ്തോത്രങ്ങളെല്ലാം അർപ്പിച്ചിടുന്നേ ആത്മാവേ. ആരാധന അർപ്പിച്ചിടുന്നേ അങ്ങേക്ക് ആരാധന അർപ്പിച്ചിടുന്നേ അങ്ങേക്ക് ആരാധന അർപ്പിച്ചിടുന്നേ. ഹല്ലേലൂയ. കർത്താവിന്റെ ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് നമുക്ക് എത്ര നല്ലവനായ ദൈവം. ഹല്ലേലൂയ. കർത്താവ് എത്ര ശ്രേഷ്ഠകരമായി നമ്മെ നടത്തുന്ന ദൈവമായിരിക്കുകയാൽ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ദൈവത്തിന് എത്ര സ്തോത്രം പറഞ്ഞാലും മതി വരികയില്ല. കർത്താവിന്റെ കൃപ എത്രയോ വലുത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah. എത്രയോ അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തു. എത്രയോ മഹാത്ഭുതങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു. ദൈവം നമ്മെ കരം പിടിച്ച് നടത്തിയല്ലോ. ദൈവത്തിന്റെ സ്നേഹം എത്ര വലുത്. ദൈവത്തിന്റെ കൃപകളെ ഓർത്തുകൊണ്ട് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാമല്ലോ. Hallelujah. 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 Praise the Lord. Hallelujah. Hallelujah. Thank you, Jesus. Hallelujah. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെന്നും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാം മശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെന്നും വിളങ്ങും മഹേശൻ
സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥന മഷിക അവൻ അത്ഭുത മന്ത്രിയാം ദൈവം നിത്യനാഥൻ വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയും സൂര്യൻ രാജാതിരാജനാം മഷിക സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശു മഷിക കൊടകോടി തന്നൂത സൈന്യവുമായി വരുന്നിതാവിരവിൽ തന്നീയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശു മഷിക ഹല്ലേലൂയ. നമ്മുടെ
നമ്മുടെ കർത്താവാം ദൈവം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്രയും പെട്ടെന്ന് താമസമില്ല മധ്യാകാശത്തിൽ വരുവാൻ പോകുകയാൽ ഒരു നിമിഷം നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവേ, അങ്ങ് എത്രയും പെട്ടെന്ന് മധ്യാകാശത്തിൽ വരാൻ പോകുകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. കോടാകോടി ദൂത സൈന്യവുമായി, കോടാകോടി ദൂത സൈന്യവുമായി വരുന്നതാ മേഘവിരവിൽ ഞങ്ങൾക്ക് എത്രയും ഞങ്ങളെ തന്റെ സഭയെ ചേർക്കുവാൻ, തന്റെ മണവാട്ടിയാകുന്ന സഭയെ ചേർക്കുവാനായി മധ്യാകാശത്തിൽ വരുവാൻ പോകുന്ന ഞങ്ങളുടെ കർത്താവേ, അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വന്ന് ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ മധ്യ ഈ ആരാധനയുടെ മധ്യ ഇറങ്ങി വരേണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ഞങ്ങളോട് ചേർന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കളെ ഇപ്പോൾ സ്പർശിക്കണമേ. പ്ലീസ് ടച്ച് ദ ലോർഡ്, ടച്ച് ജീസസ് റൈറ്റ് നൗ. ഹല്ലേലൂയ. അങ്ങയുടെ സ്പർശനം അനുഭവിക്കട്ടെ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കട്ടെ, അങ്ങയുടെ കൃപ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തുടർന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. അങ്ങനെ ചെയ്യുകയാൽ സ്തോത്രം തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥ പിതാവേ, പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ് ജീസസ്. താങ്ക് യു ലോർഡ്. കർത്താവിന്റെ ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഈ രാത്രിയിൽ സ്വർഗത്തിലെ ദൈവത്തെ സ്തുതിക്കുവാൻ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സർവശക്തിയുള്ള ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. കർത്താവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ ഓൺലൈനിൽ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ വന്ദനം പറയുന്നു. കർത്താവിന്റെ കൃപ എല്ലാവരുടെ മേലും പകർന്ന് ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. അല്പനേരത്തെ ചിന്തയ്ക്കായി ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുവാനായി താല്പര്യപ്പെടുന്നു. വളരെ നമുക്ക് സുപരിചിതമായൊരു വചനം ഇന്ന് രാത്രി നിങ്ങളോട് ആ വചനത്തിൽ നിന്ന് നിങ്ങളോട് അല്പമായി ദൈവവചനം ശുശ്രൂഷിക്കുവാനായി ആഗ്രഹിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം, ദ ബുക്ക് ഓഫ് എഫേസ്യൻസ് ചാപ്റ്റർ 5 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുവാനായി താല്പര്യപ്പെടുന്നു. ദ ബുക്ക് ഓഫ് എഫേസ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 17. അതിൽ ഇങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്: കർത്താവിന്റെ ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. ആമേൻ. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. ഈ തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫെസോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്ന വാക്ക് എങ്ങനെയാണ്? ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് എഴുതുവാൻ തക്കവണ്ണമിടയായി. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്ന ആ വാക്യത്തിൽ, പൗലോസ് പറയുന്ന ആ വാക്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ബുദ്ധിഹീനരാകരുത്, കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് നമുക്ക് വായിക്കുവാനായി കഴിയും. എങ്ങനെയാണ്? Therefore do not be foolish but understand what the Lord's will is. അവിടെ പറഞ്ഞിരിക്കുന്നത് do not foolish but understand what the Lord's will is എന്നാണ് ഇംഗ്ലീഷിൽ പറയപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? Do not foolish, നിങ്ങൾ ബുദ്ധിയില്ലാത്തവരായി തീരരുത്, ബുദ്ധിഹീനരായി തീരരുത്. ആമേൻ. ഇത് അന്ത്യകാലത്തിൽ നാം ആയിരിക്കുന്നു. ഈ അന്ത്യകാലത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്ന ഒരു കാലത്തിൽ ഞാൻ നിങ്ങളുമായിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ സമയം ഏറ്റവും അടുത്തെത്തിയിരിക്കുമ്പോൾ ഇന്ന് ലോകത്തെ
ബുദ്ധിഹീനതയിലേക്ക് നയിക്കുന്ന, ലോക മനുഷ്യനെ ബുദ്ധിഹീനരാക്കിക്കൊണ്ടിരിക്കുന്ന പല സംഭവങ്ങൾ, പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ബുദ്ധിയിൽ മനുഷ്യന്റെ അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് മനുഷ്യന്റെ ബുദ്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വർദ്ധിച്ചു വരുന്ന ബുദ്ധി അതൊരു ഹീനമായി തീർന്നുകൊണ്ടിരിക്കുന്നു, ഫൂളിഷ്നെസ് ആയി തീർന്നുകൊണ്ടിരിക്കുന്നു. വൈ? എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ഈ അന്ധകാരത്തിന്റെ, ഈ ലോകത്തിന്റെ അധിപതിയായിരിക്കുന്ന ദുഷ്ടാത്മസേനകൾ മനുഷ്യന്റെ ബുദ്ധിയെ പല വിധങ്ങളിൽ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ, മനുഷ്യന്റെ ബുദ്ധിയെ വിവിധ നിലകളിലേക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുകയാണ്. കാരണം എന്തെന്നറിയാമോ? ഒരു കാലത്ത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിന് വേണ്ടി നിന്ന പ്രിയപ്പെട്ടവർ, യേശുക്രിസ്തുവിന്റെ സാക്ഷികളായി നിന്നവർ, യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തിന് വേണ്ടി നിന്നവർ, ദൈവത്തിന്റെ വചനത്തെ മാത്രം പ്രസ്താവിച്ചവർ, ദൈവത്തിന്റെ വചനത്തെ മാത്രം വിശ്വസിച്ചവർ ഇന്ന് മറ്റു പല കാര്യങ്ങളിലേക്ക് ബുദ്ധി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധിമണ്ഡലത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം, ദ ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ ഗാഡ്, ആ ഒരു വിശ്വാസത്തിൽ നിന്ന് മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് വ്യതിചലനം സംഭവിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധി വളരെ വ്യത്യസ്ത നിലവാരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വിശുദ്ധ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ബുദ്ധിഹീനരാകരുത്. Amen. Don't be foolish. Don't be foolish. Do not be foolish. നിങ്ങൾ ഒരിക്കലും ഒരിക്കലും ബുദ്ധിയില്ലാത്തവരായി തീരരുത്. Praise the Lord. കാരണം എന്തെന്നറിയാമോ? അതിന് തൊട്ടു മുമ്പിലുള്ള 1-2 വാക്യങ്ങളോട് ചേർത്ത് ഞാൻ വായിച്ച പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. കാരണം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. അപ്പോ അവിടെ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. അതിന്റെ 15-ാമത്തെ വാക്യം, ബി വെരി കെയർഫുൾ then how you live not as unwise but as wise. അപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞിരിക്കുന്നത് അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് തന്നെ ഇരിക്കണം. സ്തോത്രം. ഇന്ന് മനുഷ്യൻ അജ്ഞാനികളായി തീർന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനം, ദൈവത്തോടുള്ള ബന്ധം, ദൈവത്തോടുള്ള കൂട്ടായ്മ എല്ലാം വിട്ട് മനുഷ്യൻ ഇടത്തോട്ടും വലത്തോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ഈ ലോകം മുഴുവനും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന, ലോകത്തെ മുഴുവനും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കൊറോണ വൈറസ് നിമിത്തം അത് ലോകത്തെ മുഴുവനും വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോ, സകല മാനവ കുലത്തെയും ഒരുപോലെ വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോ, മനുഷ്യൻ അതിനെ കൺട്രോൾ ചെയ്യുവാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലായിരിക്കുമ്പോ, ഇപ്പൊ തന്നെ വാക്സിനേഷൻ ഒക്കെ ആരംഭിച്ചു എങ്കിൽ പോലും മനുഷ്യന്റെ ആശങ്കയ്ക്ക് ഒരു കുറവുമില്ല. മനുഷ്യൻ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും ഒന്നും പ്രഡിക്റ്റ് ചെയ്യുവാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ ആയിരുന്നു കൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, വാസ്തവത്തിൽ നാം ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞാനും ബുദ്ധിഹീനരായി തീരരുത്, അജ്ഞാനികളായി തീരരുത്. കാരണമെന്ത്? അതിന്റെ 16-ാമത്തെ വാക്യം, Book of Ephesians chapter 5 verse 16, അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. Making the most, praise God, making the most of every opportunity, because of the days are evil. Because of the days are evil. ഈ കാലഘട്ടം എന്ന് പറയുന്നത്, ഈ നാളുകൾ എന്ന് പറയുന്നത്, ഈ കാലത്തെ കുറിച്ച് കർത്താവിന്റെ ദാസനായ പൗലോസ് ഒരു പ്രവചനമായി വിളിച്ചു പറഞ്ഞതാണ്. These days are evil. ഈ നാളുകൾ, ഈ കാലം ഒരു ദുഷ്കാലമാണ്. ഈ കാലഘട്ടത്തെ കുറിച്ച് വിശുദ്ധ വചനം പറയുന്നത് ഈ കാലം ഒരു ദുഷ്കാലമാണ്. എന്തുകൊണ്ട്? ദുഷ്ടത നിറഞ്ഞിരിക്കുന്ന കാലം, ദുഷ്ടത നിറഞ്ഞിരിക്കുന്ന കാലം. ആത്മീയ ലോകത്തിൽ
ദുഷ്ടത നിറഞ്ഞിരിക്കുന്നു. ലോക മനുഷ്യന്റെ ജീവിതത്തിൽ ദുഷ്ടത നിറഞ്ഞിരിക്കുന്നു. ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്ക് നോക്കിയാൽ ഇന്ന് ദുഷ്ടത നിറഞ്ഞിരിക്കുന്ന ജീവിതമാണ്. അനേക കുടുംബജീവിതങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദുഷ്ടത നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല, ആത്മീയ ഗോളത്തിൽ, സഭകളിൽ, കുടുംബങ്ങളിൽ, ആത്മീയരുടെ ഇടയിൽ, അനാത്മീയരുടെ ഇടയിൽ, രാഷ്ട്രീയത്തിൽ, രാഷ്ട്രീയ പാർട്ടികളിൽ മുഴുവൻ എവിടെ നോക്കിയാലും ഇന്ന് ദുഷ്ടത നിറഞ്ഞിരിക്കുകയാണ്. എങ്ങനെ മറ്റുള്ളവരെ തകർക്കാം, മറ്റുള്ളവരെ എങ്ങനെ വഞ്ചിക്കാം, മറ്റുള്ളവരെ എങ്ങനെ പരാജയപ്പെടുത്താം, മറ്റുള്ളവരെ എങ്ങനെ കീഴ്പ്പെടുത്താം, മറ്റുള്ളവരെ എങ്ങനെ ചതിക്കാം, മറ്റുള്ളവരെ എങ്ങനെ തകർത്ത് നമുക്ക് എങ്ങനെ ജയം പ്രാപിക്കാം എന്നതാണ് ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് വചനം പറയുന്നു, വിശുദ്ധ ബൈബിൾ പറയുന്നു, these days are evil. ഈ കാലം ഒരു ദുഷ്കാലമാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന്റെ ജനത്തിന് ഒരു ഉപദേശം, ഒരു അഡ്വൈസ് കർത്താവ് തരികയാണ്. ബുദ്ധിഹീനരായി തീരരുത്. എന്തുകൊണ്ട്? അജ്ഞാനികളായി നടന്ന് ബുദ്ധിഹീനരായി തീരരുത്. സമയം തക്കത്തിൽ ഉപയോഗിക്കാതെ ബുദ്ധിഹീനരായി തീരരുത്. പിന്നെയോ നാം സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നവരായി തീരണം. ഈ കാലം ദുഷ്കാലമെന്ന് പറയപ്പെട്ടിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ ഇഷ്ടം ഇന്നത് എന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. അവിടെ ഒരു വാക്ക് പ്രത്യേകമായി കൊടുത്തിരിക്കുന്നു, കർത്താവിന്റെ ഇഷ്ടം. The will of God. The will of God. ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം. പല പ്രാവശ്യം ഈ വചനം നിങ്ങൾ വായിച്ചിട്ടുള്ളവരായിരിക്കും, വചനം കൊണ്ട് പ്രസംഗിച്ചവരായിരിക്കും, വചനം കേട്ടിട്ടുള്ളവരായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൂത് ഇതിൽ നിന്നാണ്. കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളണം. സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, കർത്താവിന്റെ ഇഷ്ടം എന്താണ്, അത് നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് രോഗം. ഈ രോഗസൗഖ്യത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. സ്വർഗത്തിൽ ദൈവത്തോട് കരയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. അനേക രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. മരിച്ചവരെ ഇന്നും ഉയർപ്പിക്കുന്നുണ്ട്. കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്ന, ക്യാൻസർ രോഗം സൗഖ്യമാകുന്നുണ്ട്. മറ്റുള്ള ചെറുതും വലുതുമായ രോഗങ്ങൾ സൗഖ്യമാകുന്നുണ്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, അതിന് താഴെ കമന്റ് വരെ എഴുതി ചോദിക്കാറുണ്ട്, എന്നാൽ പിന്നെ ഈ കൊറോണ വൈറസ്, ഈ കൊറോണ കൊണ്ട്, ഈ COVID-19 എന്തുകൊണ്ട് സൗഖ്യമാകുന്നില്ല? സൗഖ്യമാകുന്നുണ്ട്. അനേകരെ കർത്താവ് വിടുവിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു സത്യം കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, ഇതിൽ കൂടെ ഈ രോഗത്താൽ, ഈ ഭൂമിയിൽ നിന്ന് മരണത്താൽ സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടേണ്ടവരെ ദൈവം ചേർത്തുകൊള്ളും എന്നുള്ളതാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടുള്ള പല സംഭവങ്ങൾ, എത്രയോ കൊടുങ്കാറ്റടിക്കുന്നു, മനുഷ്യർ മരണം സംഭവിക്കുന്നു, പേമാരി പെയ്യുന്നു, മരണം സംഭവിക്കുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, മരണം സംഭവിക്കുന്നു, സുനാമി സംഭവിച്ചു, സുനാമി ഉണ്ടായി, അതിൽ കൂടെ എത്ര ലക്ഷം ജനം മരിച്ചു. സ്തോത്രം. ഇതുപോലെ രോഗങ്ങൾ സംഭവിക്കുന്നു, മനുഷ്യന് മരണമുണ്ട്. ഇതിൽ കൂടെ ഒരു സത്യം വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു, ജനിച്ച മനുഷ്യന് ഒരു മരണം ഉണ്ട്. അത് ഏത് വിധത്തിൽ എന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. ഇന്ന് ഞാൻ ന്യൂസിൽ കൂടെ വായിച്ചു, വരുന്ന ഫെബ്രുവരി മാസത്തിൽ വിവാഹം നടക്കുവാൻ പോകുന്ന ഒരു യൗവനക്കാരൻ, ആ യൗവനക്കാരൻ തന്റെ വാഹനം ഓടിച്ച് ജോലിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന യാത്രാ മധ്യേ മറ്റൊരു മുൻപിൽ പോയിക്കൊണ്ടിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ചെയ്തതുകൊണ്ട് ആ വാഹനം മുൻപിൽ പോയിക്കൊണ്ടിരുന്ന സഡൻ ബ്രേക്ക് ചെയ്ത ആ വാഹനത്തിൽ ചെന്നിടിച്ച് തക്ഷണം മരിച്ചുപോയി. എത്ര സംഭവങ്ങൾ, എത്ര യൗവനക്കാർക്ക് മരണം സംഭവിക്കുന്നു, എത്ര മരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും, ഓരോ സെക്കൻഡിലും മരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ജനിച്ച ഉടനെയുള്ള മരണം സംഭവിക്കുന്നു, ജനിച്ചൊരു ദിവസം കഴിഞ്ഞ ശേഷം മരിക്കുന്നു, ഒരു ആഴ്ച കഴിഞ്ഞ ശേഷം മരണം സംഭവിക്കുന്നു, ഒരു മാസം കഴിഞ്ഞ ശേഷം മരണം സംഭവിക്കുന്നു, ഒരു വർഷം കഴിഞ്ഞ ശേഷം മരണം സംഭവിക്കുന്നു, 10 വർഷത്തിന് ശേഷം മരണം സംഭവിക്കുന്നു, 20, 30, 50, 100 വയസ്സുകളിൽ മരണം
സംഭവിക്കുന്നു. ഇന്ന് ആരൊക്കെയായാലും ഏത് നിരീശ്വരവാദിയായാലും എത്തിസ്റ്റുകളായാലും രാഷ്ട്രീയ നേതാക്കന്മാരായാലും എത്ര പണമുണ്ടെങ്കിലും എത്ര കോടി ആസ്തിയുണ്ടെങ്കിലും മരണത്തിൽ രക്ഷപ്പെടുവാൻ സാധ്യമല്ലേ? അല്ല, സാധിക്കുകയേ ഇല്ല. ഒരു ദിവസം മരിച്ചേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഞാനൊരു ദൈവത്തിന്റെ ദാസൻ എന്നുള്ള നിലയിൽ ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത്, പെട്ടെന്ന് ഞാനൊരു രോഗിയായി തീർന്നാൽ, മരണത്തോട് മല്ലടിച്ച് കിടന്ന് ഒരുപക്ഷെ വലിയൊരു ആശുപത്രിയിൽ ICUയിൽ കിടക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി ഡോക്ടേഴ്സ് ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്ത് ഒരുപക്ഷെ വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് കൂടെയൊക്കെ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടേഴ്സ് പറയും നോ ഹോപ്പ്, നോ ഹോപ്പ്, ഒരു പ്രതീക്ഷയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടം ആൾക്കാർ തയ്യാറാകും. എൻ്റെ കുടുംബക്കാർ തയ്യാറാകും, വിശ്വാസികൾ തയ്യാറാകും, എന്നെ സ്നേഹിക്കുന്നവർ തയ്യാറാകും. ഇന്നത്തെ ടെക്നോളജി, മോഡേൺ ടെക്നോളജി അനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടെ സ്തോത്ര ഫേസ്ബുക്കിലൂടെയോ അല്ല വാട്സാപ്പിലൂടെയോ മറ്റുള്ള ഇതര മാധ്യമങ്ങളിലൂടെ നിമിഷം കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് ലോകം മുഴുവനും ഈ ന്യൂസ് സ്പ്രെഡ് ആകും. ലോകം മുഴുവനും ഒരുമിച്ച് പ്രാർത്ഥിക്കും. അല്പം 1-2 ദിവസങ്ങൾ കഴിയും, 2, 3, 4, 5 ദിവസങ്ങൾ കഴിയും. ഈ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വശത്ത് പ്രവാചകന്മാർ പറയും, പാസ്റ്റർ PS ബിജുരാജിന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല, പാസ്റ്റർ ബിജുരാജിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല, പാസ്റ്റർ ബിജുരാജിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറി തീർന്നിട്ടില്ല, അയ്യോ കർത്താവേ ജീവനെ തരണം എന്നൊക്കെ എത്ര തന്നെ നിലവിളിച്ചാലും സ്വർഗത്തിലെ ദൈവം എന്റെ ദിവസം ഒന്ന് കുറിച്ചിട്ടുണ്ട്. ആ കുറിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിൽ എന്നെ കർത്താവ് വിളിച്ചുകൊണ്ട് അങ്ങ് പോകും. Praise the Lord. ഇവിടെ പ്രവചിച്ചവർ പ്രവചനമൊക്കെ തെറ്റായി തീരും. ഇതിനകം വെളിപ്പാടുകൾ കാണും, ദർശനം കാണും. ഞാൻ ഇങ്ങനെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് അമേരിക്കയിൽ പോകുന്നു, ലണ്ടനിൽ പോകുന്നു. അതൊക്കെ ഈ രോഗശയ്യയിൽ ഞാൻ കിടക്കുമ്പോൾ ഞാൻ ICUയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കും. പലരും ദർശനങ്ങൾ കാണും. അമേരിക്കയിൽ പോകുന്നു, ലണ്ടനിൽ പോകുന്നു, ഫ്ലൈറ്റിൽ പോകുന്നു, ഇതാ അങ്ങനെ ഷിപ്പിൽ പോകുന്നു എന്നൊക്കെ പലരും പല ദർശനങ്ങൾ കാണും. പലരും പ്രവചിക്കും, പാസ്റ്റർ PS ബിജുരാജ് ഇതാ ഇനി ചില ദിവസങ്ങൾ കഴിയുമ്പോൾ എഴുന്നേൽക്കും, ലോകത്തിൽ തന്നെ ഒരു ജീവന്റെ സാക്ഷിയായി തീരും. പക്ഷേ അടുത്ത 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ അറിയും, കർത്താവിന്റെ ദാസൻ പ്രൊമോട്ടഡ് ടു ദി ഗ്ലോറി, മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ചോദിക്കും, പ്രവാചകന്മാരെ നിങ്ങളുടെ പ്രവചനം എവിടെ? ദർശകന്മാരെ നിങ്ങൾ കണ്ട ദർശനം എന്താ? ഇന്ന് രാത്രിയിൽ ഈ വചനത്തിലൂടെ ലോകം മുഴുവനുമുള്ള സകല വിശ്വാസികൾ, ദൈവത്തിന്റെ അഭിഷക്തന്മാർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വയമായി ഒന്ന് പരിശോധിക്കണം. എനിക്കൊരു മരണമുണ്ട്. I have a day of death. ഞാൻ മരിച്ചേ പറ്റൂ. എനിക്കൊരു മരണ ദിവസമുണ്ട്. ഞാൻ ആ മരണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. I must be prepare myself for death before my death. എന്റെ മരണത്തിന് മുൻപേ ഞാൻ മരണത്തിന് വേണ്ടി തയ്യാറായിരിക്കണം. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ വിളിച്ചു പറയുന്ന ഒരു ഉദ്ദേശം ഇതാണ്. ഈ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ കർത്താവിന്റെ ഇഷ്ടം എന്ത് എന്ന് നമ്മൾ ചോദിക്കണം. Praise the Lord. കർത്താവായ യേശു ക്രിസ്തു പോലും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒലിവ മലയിൽ ചെന്നു. അവസാന നിമിഷത്തിൽ കർത്താവിനറിയാം, അടുത്ത ചില മിനിറ്റുകൾ കഴിയുമോ എല്ലാം കഴിയും, അടുത്ത ചില മണിക്കൂറുകൾ കഴിയുമോ എല്ലാം കഴിയും. പിതാവിനെ അയച്ചതിന്റെ ദൗത്യം നിവർത്തിയാകും, പിതാവിനെ അയച്ചതിന്റെ ലക്ഷ്യം പൂർത്തിയാകും, എല്ലാം നിവർത്തിയാകും, എല്ലാം it is going to finish, it is going to finish എല്ലാം എന്ന് യേശു ക്രിസ്തുവിന് അറിയാം, എല്ലാം യേശുവിന് അറിയാം. പക്ഷേ ഒലിവ മലയിൽ ഏറ്റവും അവസാനത്തെ അത്താഴം കഴിച്ച ശേഷം ഒലിവ മലയിൽ ചെന്ന് യേശു അതിവേദനയോടെ പിതാവിനെ നോക്കി കരയുവാൻ തുടങ്ങി. തന്റെ ശിഷ്യന്മാരെ ഒരു ഭാഗത്തായി നിർത്തിയിട്ട് അവരോട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞേച്ച് യേശു കർത്താവ്
ഒരല്പം മാറി പോയിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, പ്രാർത്ഥിച്ച് കരയുവാൻ തുടങ്ങി. ഹൃദയം ഉടഞ്ഞ് കലങ്ങി. ശരീരം മുഴുവനും വിയർപ്പ് കണങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം വിയർപ്പ് കണങ്ങളായി, സ്തോത്രം, വിയർപ്പ് കണങ്ങളായി യേശുവിന്റെ രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. ശരീരം മുഴുവനും ഇപ്പോൾ എനിക്ക് സ്വെറ്റിംഗ് ആകുന്നത് പോലെ എന്റെ ശരീരത്തിൽ വിയർപ്പ് കണങ്ങൾ വരുന്നു. അതുപോലെ യേശുവിന്റെ ശരീരത്തിൽ രക്തം ശരീരത്തിലൂടെ പുറത്തു വരികയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു പറഞ്ഞൊരു വാക്ക് ലോകം മുഴുവനും ഇന്ന് രാത്രി ഓർമ്മിച്ചു കൊള്ളണം. യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത്, പിതാവേ, ഇതോടുകൂടെ എന്റെ ജീവിതത്തിൽ ഈ കഷ്ടത ഒന്ന് അവസാനിപ്പിക്കണമേ. നാളെ വരാൻ പോകുന്ന കഷ്ടത എനിക്ക് വരരുതേ. മരണം എനിക്ക് സംഭവിക്കരുതേ. ഇനി 33 വയസ്സേ എനിക്ക് പ്രായമുള്ളൂ. ഇനി എനിക്കൊരു 50 വയസ്സ് കൂടെ, ഒരു 50 വർഷം കൂടെ സുവിശേഷ വേല ചെയ്യണം. എനിക്കൊരു ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊന്ന് യേശു പ്രാർത്ഥിച്ചില്ല. യേശു പ്രാർത്ഥിച്ചൊരൊറ്റ വാക്കെന്നതറിയാമോ? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. അടുത്ത വാക്ക്, എങ്കിലും എന്റെ ഇഷ്ടമല്ല പിതാവേ, അങ്ങയുടെ ഇഷ്ടം മാത്രം നിവർത്തിയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു സന്ദേശം ലോകം മുഴുവനും കേൾക്കണം. ഈ ഒരു സന്ദേശം ക്രൈസ്തവർ കേൾക്കണം. ഈ ഒരു സന്ദേശം ദൈവദാസന്മാർ കേൾക്കണം. ഈ ഒരു സന്ദേശം ദൈവത്തിന്റെ അഭിഷക്തന്മാർ കേൾക്കണം. ഈ ഒരു സന്ദേശം പ്രവാചകന്മാർ കേൾക്കണം. ഈ ഒരു സന്ദേശം ദർശകന്മാർ കേൾക്കണം. ഈ ഒരു സന്ദേശം ദൈവത്തിന്റെ അഭിഷക്തന്മാർ കേൾക്കണം. ഇത് കേട്ട് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അയ്യോ കർത്താവേ, ഈ രോഗി എഴുന്നേൽക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആദ്യം ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഈ മനുഷ്യൻ ഇതോടുകൂടി അവസാനിക്കാൻ പോകുകയാണോ? വാട്ട് ഈസ് യുവർ വിൽ? കർത്താവിന്റെ ഹിതം എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? ഈ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? ഇതോടുകൂടെ ഈ മനുഷ്യന്റെ ശുശ്രൂഷ ഇവിടെ തീരുകയാണോ? ഈ ജീവിതം തീരുകയാണോ? എന്നാൽ സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറയുവാനുള്ള തയ്യാറെടുപ്പുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. കാരണം എന്തെന്നറിയാമോ? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. ഞാൻ ഇന്ന് ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഇവിടെ ഞാൻ പിടഞ്ഞു വീണ് മരിക്കുന്നുവെങ്കിൽ, എന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുന്നുവെങ്കിൽ അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഒരുപക്ഷെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഞാൻ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു വാഹനം എന്റെ വാഹനം മറ്റൊരു വാഹനമായി കൂട്ടിയിടിച്ച് ഓൺ ദ സ്പോട്ടിൽ ഞാൻ മരിച്ചു പോകുന്നുവെങ്കിൽ അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതിനെ ചോദ്യം ചെയ്യുവാൻ ആർക്കും സാധ്യമല്ല. ആരും ചോദ്യം ചെയ്യുവാൻ പാടില്ല. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം എന്ത് എന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നവരാകണം. ആമേൻ. സ്തോത്രം. അതാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന എത്രയെത്ര ഭക്തന്മാർ, എത്രയെത്ര അഭിഷക്തന്മാർ, എത്രയെത്ര ദൈവമക്കൾ, എത്രയെത്ര ദൈവദാസന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മറ്റ് പ്രവാചകന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കും. മകനെ, ഇന്ന കാരണങ്ങളാൽ, ഇന്ന ക്രമീകരണങ്ങൾ, ഇന്ന കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ് ആ മനുഷ്യനെ ഞാൻ കിടരോഗിയാക്കി ിരിക്കുന്നത്. അവിടെ കിടന്നുകൊണ്ട് അയ്യം വിളിക്കുന്നു, അവിടെ കിടന്ന് നിലവിളിക്കുന്നു, അവിടെ കിടന്ന് ദൈവത്തോടെ ക്രമീകരണം ചെയ്യുന്നു. അവരുടെ അശുദ്ധമായ ജീവിതം ഒരുപക്ഷെ നയിച്ചവരായിരിക്കാം. ഒരുപക്ഷെ അവിശ്വസ്തതയുടെ ജീവിതം അവരിൽ സംഭവിച്ചിരിക്കാം. ഒരുപക്ഷെ അശുദ്ധികൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കാം. ചിലപ്പോൾ അനുസരണക്കേടുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കാം. ആ സന്ദർഭങ്ങളിൽ സ്വർഗത്തിലെ ദൈവം ഒരു ചെറിയൊരു ശിക്ഷ കൊടുത്ത് തന്റെ മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം ശിക്ഷിക്കുന്നു. അവർ ചിലപ്പോൾ ഒരു അടി കൊടുത്ത് അല്പസമയത്തേക്ക് റെസ്റ്റിലേക്ക് ദൈവം വെച്ചിരിക്കും. അവിടെ കിടന്നുകൊണ്ട് അയ്യം വിളിക്കും, അവിടെ കിടന്ന് നിലവിളിച്ചൊരു ശുദ്ധീകരണം ഉണ്ടാകും. അവസാനം സ്വർഗത്തിലെ ദൈവത്തിന്റെ സമയമാകുമ്പോൾ സ്വർഗത്തിലേക്ക് കർത്താവ് ചേർത്ത് കൊള്ളും. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഈ വചനം കേൾക്കുമ്പോൾ, ഈ മെസ്സേജ് കേൾക്കുമ്പോൾ വളരെ വ്യത്യസ്തമായി തോന്നിന്ന് വരാം. പക്ഷെ നമ്മൾ കർത്താവിന്റെ ഇഷ്ടം എന്തെന്ന് ചെയ്യുന്നവരാകണം. ആമേൻ. നമുക്ക് രണ്ടാമതായി, സെക്കൻഡ്ലി, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവം അനുവദിക്കുന്ന ഒരു സമയം നമുക്കുണ്ട്.
സ്തോത്രം. ദൈവത്തിന്റെ അഭിഷക്തനായ മോശ പറയുന്നത്, എന്റെ നാളുകളെ എണ്ണുവാൻ എന്നെ ഉപദേശിക്കണം, എന്നെ പഠിപ്പിക്കണം. എനിക്ക് എത്ര ദിവസമുണ്ട് എന്ന് കൗണ്ട് ഡൗൺ ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ആമേൻ. നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതല്ല നമ്മൾ ഇങ്ങനെ പാടുന്നത്, ഇന്നലേക്കാൾ ഇന്നു ഞാൻ പ്രിയൻ നാടിനോ ഏറ്റവും അടുത്തായതെനിക്ക് എത്രയാനന്ദം. ഇന്നലേക്കാൾ ഇന്നു ഞാൻ പ്രിയൻ നാടിനോ ഏറ്റവും അടുത്തായതെനിക്ക് എത്രയാനന്ദം. ഹല്ലേലൂയ. അങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നലേക്കാൾ ഇന്ന് എൻ്റെ പ്രിയന്റെ നാടിനോട് അടുത്തിരിക്കുകയാണ്. നമ്മുടെ ഓട്ടം നമ്മുടെ വിശ്വസ്തയോടെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓട്ടം നമ്മുടെ പന്തയ പോരിൽ പ്രാപിക്കുവാനുള്ള ആ ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ള ഒരു ഓട്ടമാണ്. അതിന്റെ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നാമതായി നമ്മെ ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവഹിതം ചെയ്യുവാനായി ഏൽപ്പിച്ചു കൊടുക്കണം. ഓക്കെ, ഞാൻ ഈ വചനത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും പ്രധാനമായി ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്ന രണ്ട് വിധ കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഒന്ന്, ദൈവത്തിന്റെ ഇഷ്ടം, ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഇഷ്ടം, കർത്താവിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്, they have two kinds of will of God. They have two kinds of will of God. First of all, the perfect will of God. Perfect will of God. Secondly, the permissive will of God. Permissive will of God. രണ്ട് വിധത്തിലുള്ള will of God. They have two kinds of will of God. ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് രണ്ട് വിധത്തിലാണ്. ഒന്നാമതായി ദൈവത്തിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള, ദൈവത്തിന്റെ പൂർണ്ണമായ ആ ഇഷ്ടം, അത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിവർത്തിയാകപ്പെടണം. ആമേൻ. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച ആ നിമിഷം മുതൽ ചില ദിവസങ്ങൾ യേശുക്രിസ്തുവിനെ അറിയാത്ത ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. ഒരുപക്ഷെ പാരമ്പര്യത്തിൽ, ക്രൈസ്തവ പാരമ്പര്യത്തിൽ, ക്രിസ്തീയ പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ട് ക്രിസ്തുവില്ലാത്തൊരു ക്രിസ്ത്യാനിയായി ജീവിച്ചു കൊണ്ടിരുന്ന ശേഷം ഒരു ദിവസം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം നാം കേൾക്കുകയും യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും എന്നു മുതൽ യേശു ക്രിസ്തുവിനെ തന്റെ രക്ഷകന് കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ആ നിമിഷം മുതൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയായി തീരുകയും, ആമേൻ, പേരുകൊണ്ട് ക്രിസ്ത്യാനി സാമുവേൽ എന്നോ അല്ലെങ്കിൽ ജേക്കബ് എന്നോ ഒക്കെ പേരെഴുതി വെച്ചതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന സർട്ടിഫിക്കറ്റ് ലോകത്തിൽ ലഭിക്കും. പക്ഷെ ക്രിസ്തു സർട്ടിഫിക്കറ്റ് തരത്തില്ല. ആമേൻ. ക്രിസ്തീയ സർട്ടിഫിക്കറ്റ്, ക്രിസ്ത്യൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. പക്ഷെ ക്രൈസ്റ്റ് നിനക്ക് സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ ക്രിസ്തു നിന്റെ ഉള്ളിലേക്ക് വരണം. യേശു ക്രിസ്തു ഒരുവന്റെ ഉള്ളിലേക്ക് വരാതെ യേശു ക്രിസ്തുവിന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ യേശു ക്രിസ്തുവിന് സാധ്യമല്ല. ഹല്ലേലൂയ. ഒരുവൻ യേശു ക്രിസ്തു ഒരുവനെ നോക്കി ഇതെന്റെ മകന എന്ന് പറയണമെങ്കിൽ ആ മകൻ, ആ മനുഷ്യൻ യേശു ക്രിസ്തുവിനായി തന്റെ ഹൃദയം തുറന്നു കൊടുക്കണം. യേശുവേ, ജീസസ് പ്ലീസ് കം ഇൻ മീ എന്ന് നിലവിളിക്കണം. യേശുവേ, എന്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് നിലവിളിച്ച് കരയണം. അവന്റെ പാപങ്ങളെ അവൻ ഏറ്റുപറയണം. അവൻ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവൻ രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയണം. കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി അവൻ വായ് കൊണ്ട് ഏറ്റു പറയുക ചെയ്യുമ്പോഴാണ് അവൻ രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ പള്ളിയിൽ രജിസ്റ്ററിൽ പേരെഴുതിയത് കൊണ്ട് അവന് ക്രിസ്തീയ സർട്ടിഫിക്കറ്റ് ലഭിക്കും, അവന് ഒരു പുരോഹിതൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും, അവന്റെ സ്ഥാപന സംഘടനയിൽ നിന്ന്, അവന്റെ ചർച്ചിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ലഭിക്കും, അല്ലെങ്കിൽ ലോകം സർട്ടിഫിക്കറ്റ് കൊടുക്കും. പക്ഷെ സ്വർഗത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ലഭിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴാണോ യേശു ക്രിസ്തുവിനെ രക്ഷകരെ കർത്താവായി സ്വീകരിക്കുന്നത് ആ നിമിഷം മുതൽ, അപ്പോൾ മുതൽ അവൻ ദൈവത്തിന്റെ പൈതലായി തീരുന്നു. ആ നിമിഷം
നിമിഷം മുതൽ എന്ന് വരെ തനിക്ക് ഭൂമിയിൽ ജീവിക്കുവാൻ എത്ര ദിവസം ദൈവം കൊടുത്തിരിക്കുന്നുവോ, എത്ര ദിവസമാണ് ദൈവം അനുവദിച്ചിരിക്കുന്നുവോ, അത്രയും ദിവസങ്ങൾ ക്രിസ്തുവിൽ അവൻ ജീവിച്ചു കൊണ്ടിരിക്കണം. ആമേൻ. അപ്പോൾ ക്രിസ്തുവിൽ അവൻ ജനിക്കണം, ക്രിസ്തുവിൽ ജീവിച്ചു കൊണ്ടിരിക്കണം. ക്രിസ്തുവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അവൻ മരിക്കുകയില്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നില്ല. അവർക്ക് മരണം നിശ്ചയം. One who in Christ he have a death. അവനും ഒരു മരണമുണ്ട്. അവനും മരിക്കും, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, എല്ലാവർക്കും ഒരു മരണമുണ്ട്. Praise the Lord. അതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ക്രിസ്തുവിൽ ജനിക്കുക, ക്രിസ്തുവിൽ ജീവിക്കുക, ക്രിസ്തുവിൽ വളർന്നു വരിക, അതേ സമയത്ത് ക്രിസ്തുവിൽ ഒരു മരണമുണ്ട്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൽ മരിക്കുന്ന, ക്രിസ്തുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. അതുകൊണ്ട് ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. ആർക്കാ ശിക്ഷാവിധി ഇല്ലാത്തത്? യേശു ക്രിസ്തുവിൽ ജനിച്ച്, യേശു ക്രിസ്തുവിൽ ജീവിച്ച്, യേശു ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വ്യക്തിക്ക് ശിക്ഷാവിധി വരത്തില്ല. കാരണം എന്തെന്നറിയാമോ? അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഘോരമായ പാപത്തിന്റെ ഭാരവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചുവടിലേക്ക് വെച്ചുകൊടുത്ത് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച്, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അവൻ കഴുകൽ പ്രാപിച്ച് ദൈവത്തിന്റെ പൈതലായി, ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി ആ വ്യക്തി മാറ്റപ്പെട്ടിരിക്കുകയാൽ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതം ക്രിസ്തുവിൽ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ നിശ്ചയമായും ശിക്ഷാവിധി കാണുകയില്ല. പക്ഷേ നിനക്ക് ലഭിക്കുന്നത് പ്രതിഫലമാണ്, റിവാർഡ്സ്. ആമേൻ. പ്രതിഫലം ദൈവം നിശ്ചയമായി തരും. ഹല്ലേലൂയ. അതാണ് നമ്മുടെ കർത്താവ് പ്രതിഫലം തന്നിടുവാൻ, യേശുരാജൻ വന്നിടുവാൻ ഇനി അധികം താമസമില്ല, ഇനി അധികം നാളുകളില്ല. അതിനായി സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ സമ്പൂർണമായി സമർപ്പിക്കാം. ഒന്നാമത് പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്, സ്വർഗത്തിലെ ദൈവത്തിന്റെ പൂർണ്ണമായ ഇഷ്ടം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ജീവിതത്തിൽ സംഭവിക്കുന്ന നന്മയും തിന്മയും, ജയവും പരാജയവും, അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം. രണ്ടാമത്തേതിനെയാണ് പെർമസീവ് വിൽ ഓഫ് ഗാഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ആത്മീയ ഗോളത്തിൽ സംഭവിക്കുന്നത് പോലെ ഒരു വിഷയത്തിന് വേണ്ടി 21 ദിവസം അല്ലെങ്കിൽ 30 ദിവസം 40 ദിവസം ഉപവസിച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഇപ്പോൾ എല്ലാം നേടിയെടുക്കും എന്ന് പറഞ്ഞ് ദൈവത്തെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന പരിപാടി. ദൈവത്തോട് കർത്താവ് എനിക്കിങ്ങനെ ചെയ്തേ പറ്റൂ, എനിക്കിങ്ങനെ ചെയ്യണമേ, എനിക്കിങ്ങനെ തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധമായി ദൈവത്തെ നോക്കി നിർബന്ധിച്ച് അവസാനം ദൈവം നമുക്ക് തരുന്നു. ദൈവം നമുക്ക് എന്തോ ചെറുത് ചെയ്യുന്നു. അത് പെർമസീവ് വിൽ ഓഫ് ഗോഡ് ആണ്. അത് പെർഫെക്റ്റ് വിൽ അല്ല. പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം. പെർമസീവ് വിൽ ഓഫ് ഗോഡിനും പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡിനും ഒരൊറ്റ എക്സാമ്പിൾ. ഇസ്രായേലിൽ ആദ്യത്തെ രാജഭരണം ആരംഭിച്ച് നമുക്ക് ഇവർക്കും അറിയാം. സ്തോത്രം. ആദ്യത്തെ രാജാവായി ജനം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ശൗൽ. ഇസ്രായേലിൽ ഒന്നാമത്തെ രാജാവ് ശൗലാണ്. വാസ്തവത്തിൽ ശൗലിന് രാജാവായി തീരുവാനുള്ള സാഹചര്യം നാം ഇവരും അറിയുന്നു. എല്ലാവരും ഓടി വന്ന് അടുത്തുള്ള എല്ലാ രാജ്യങ്ങളിലൊക്കെ രാജാക്കന്മാരുണ്ട്, രാജഭരണം നടക്കുന്നു. അതുകൊണ്ട് ശമൂവേൽ പ്രവാചകന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, നോക്കൂ, ആ രാജ്യത്തിൽ രാജാവ്, അവിടെയും ഇവിടെയൊക്കെ രാജാക്കന്മാരുണ്ട്, ഞങ്ങളെ ഭരിക്കുവാൻ മാത്രം രാജാവില്ല. ഞങ്ങളെ നീയല്ലയോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, വേണ്ട, ഞങ്ങൾക്കും ഒരു രാജാവ് വേണം എന്ന് പറഞ്ഞപ്പോൾ ശമൂവേൽ പ്രവാചകൻ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്ന് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇതാ ഇസ്രായേൽ, ഈ മൂപ്പന്മാർ, ഇസ്രായേലുള്ള ഈ ഗോത്രപിതാക്കന്മാർ, ഇവരെല്ലാം വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം?
അവർ എന്നെ ഇതാ തള്ളിക്കളഞ്ഞിട്ട്, എന്നെ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് മറ്റേ രാജാവിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നു. ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ സ്വർഗത്തിലെ ദൈവം ശമൂവേലിനോട് പറഞ്ഞ വാക്ക് ശ്രദ്ധേയമാണ്. മകനെ, എന്റെ മകനെ ശമൂവേലേ, അവർ നിന്നെ അല്ല തള്ളിക്കളയുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്നെ അല്ല തള്ളിക്കളയുന്നത്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എന്നെ അത്ര തള്ളിക്കളയുന്നത്. ആമേൻ, ഹല്ലേലൂയ. നോക്കുക, അവരുടെ നിർബന്ധ ഹേതുവായി അവസാനം ഒരു രാജാവിനെ കൊടുത്തു. അവന്റെ പേരാണ് ശൗൽ. ആരംഭം നന്നായിരുന്നു, അവസാനം എന്തായിരുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ആമേൻ. എന്നാൽ പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ് എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് ദാവീദ്. ദാവീദിന്റെ സ്വർഗത്തിലെ ദൈവം നേരത്തെ ഒരാട്ടിടയ ചെറുക്കനായിരുന്ന ദാവീദിനെ ഇസ്രായേൽ രാജാവായി ദൈവം കണ്ടിരുന്നു. അതിനായി ശമൂവേൽ പ്രവാചകനെ അയച്ച് അവനെ അഭിഷേകം ചെയ്തു. അവനെയും ദൈവത്തിന്റെ അഭിഷേകത്താൽ നിറച്ച് അവനെ അഭിഷേകം ചെയ്തു. അവൻ ഇസ്രായേലിന്റെ രാജാവായി തീർന്നു. വേദപുസ്തകം പറയുന്നു, ഇസ്രായേലിൽ ദാവീദിന്റെ ഭരണകാലം മുഴുവനും ഇസ്രായേലിൽ സ്വസ്ഥതയുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ, ഒരു പ്രാർത്ഥിക്കുന്ന രാജാവ് ഉണ്ടായിരുന്നത് കൊണ്ട്, ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നത് കൊണ്ട്, ദൈവത്തെ ആരാധിക്കുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നത് കൊണ്ട് 24 മണിക്കൂർ കിന്നരം എടുത്തു വെച്ചുകൊണ്ട് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് പറഞ്ഞുകൊണ്ട് പാടി സ്തുതിക്കുന്ന, സ്വർഗത്തിന്റെ ദൈവത്തിലേക്ക് നോക്കി ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജാവ് രാജ്യത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് രാജ്യത്തിൽ സ്വസ്ഥതയുണ്ടായിരുന്നു. ഒരു വശത്ത് പോരാട്ടമുണ്ടായി, ഒരു വശത്ത് യുദ്ധമുണ്ടായി, ഒരു വശത്ത് പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ അവർക്ക് സ്വസ്ഥതയുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു. ആകയാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, ഒരു സത്യം മനസ്സിലാക്കുക. ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി വേണം മുൻപിലേക്ക് ജീവിപ്പാൻ. ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിലേക്ക് ദൈവത്തെ കൊണ്ട് നിർബന്ധിച്ച് നിങ്ങളത് ചോദിച്ചു വാങ്ങിക്കരുത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ മുൻപിൽ വിശ്വസ്തതയുള്ളവരായി തീരുവാൻ ദൈവം മുൻപാകുന്ന സമർപ്പിക്കാമോ? ഒരു നിമിഷം എല്ലാവരുടെ കണ്ണുകളടയ്ക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മുൻപിൽ ആമേൻ നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ മുൻപിൽ ഒരു നിമിഷം സമർപ്പിച്ചു കൊടുക്കാമോ? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ഇഷ്ടമൊന്നുമല്ല, അങ്ങയുടെ ഇഷ്ടം മാത്രം എന്റെ ജീവിതത്തിൽ നിവർത്തിയാകണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പറയാം, ദൈവമേ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട കർത്താവേ, എൻ ദൈവമേ, നിന്നെ ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് മോദമായി. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് മോദമായി. എന്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് മോദമായി. എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് മോദമായി. എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണപ്രസാദവുമുള്ള ഹിതമെന്തെന്നു ഞാൻ അറിയുവാൻ. ഓ, നന്മയും പൂർണ്ണപ്രസാദവുമുള്ള ഹിതമെന്തെന്നു ഞാൻ അറിയുവാൻ. ഓ, എന്നാലും പുതുക്കി മാറിടുന്ന നിത്യം, എന്നാലും പുതുക്കി
ലാവണ്യം എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ മോദം എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ മോദമായി എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് ബോധവാൻ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് ബോധമായി എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ചെയ്യുക, ബുദ്ധിഹീനരായി തീരാതെ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാനായി ഒരു നിമിഷം സമർപ്പിക്കാം. ലോകത്തിന്റെ ഏത് വൻകരകളിരുന്നു കൊണ്ട് ദൈവജനം ശ്രവിച്ചുകൊണ്ടിരുന്നാലും ക്രിസ്തുവിൽ പ്രിയരെ ക്രിസ്തുവിന്റെ ഇഷ്ടം ചെയ്ത് നമുക്ക് നിത്യജീവൻ പ്രാപിക്കാം. ഒരുങ്ങാൻ സമർപ്പിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന സകലവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ ഇഷ്ടം മാത്രം ജീവിതത്തിൽ നിവർത്തിയാകുവാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. ഈ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അടുത്ത ദിവസങ്ങളിൽ പങ്കുചേരുന്നവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രിയുള്ള ഈ വചനം അവരുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുവാൻ ദൈവം സഹായിക്കണം. രോഗികൾ സൗഖ്യമാകണം, പരിപൂർണ്ണ വിടുതലും സൗഖ്യവും ആരോഗ്യം ഉണ്ടാകണം, നന്മയും അനുഗ്രഹങ്ങളും ഉണ്ടാകണം. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ദൈവം നൽകുന്ന ദിവസം, മണിക്കൂർ, നിമിഷം വരെ ഞങ്ങൾക്ക് ജീവിപ്പാൻ ആവശ്യമുള്ള എല്ലാ നന്മകൾ തന്ന് ജയോത്സവമായി നടത്തണമെന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥ പിതാവേ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെ വഹിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവിന്റെ ദാസനും കുടുംബത്തിനും എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗത്തിൽ വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എന്റെ വന്ദനവും നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ ധന്യമായി ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.